സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുന്നു. നിരവധി ആളുകൾ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താകും. അർഹരിലേക്ക് മാത്രം ഈ ഒരു ക്ഷേമ പെൻഷൻ എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പും വന്നിരിക്കുകയാണ്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. സാമൂഹിക ക്ഷേമ പെൻഷൻ അർഹരിലേക്ക് മാത്രം എത്തിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. എം.എൽ.എമാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വൻതോതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരും. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ താമസിക്കുന്ന ഒരാൾ തനിക്ക് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പട്ടികയിലെ അനർഹരെ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നുവെന്ന കാരണത്താൽ നാട്ടിലുള്ള പ്രായമായ അമ്മയ്ക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ ശരിയാവുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചിരുന്നു. അർഹതപ്പെട്ട ഒരാൾക്കും പെൻഷൻ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും മാനദണ്ഡങ്ങൾ രൂപീകരിക്കുക എന്നാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു. 2000 രൂപയാണ് ജൂലൈ മാസത്തിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത്. 20-ാം തീയതിക്ക് ശേഷം വിതരണ ഉത്തരവിറങ്ങും. 25-ാം തീയതിക്ക് ശേഷമായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. എന്നാൽ വീട്ടമ്മ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഈ ഒരു വീട്ടമ്മ പെൻഷൻ നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വീട്ടമ്മ പെൻഷന് വേണ്ടിയുള്ള തുക വകയിരുത്തലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കോ സർക്കാർ ഇതുവരെയും കടന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ ഒരു പദ്ധതി അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാർ തുടങ്ങിവെച്ച ഒരു പദ്ധതിയാണ്, ഒരു ക്ഷേമ പദ്ധതിയാണ്. അപ്പോൾ നിലവിലെ സർക്കാരിന് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലായിരിക്കും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രഥമ പരിഗണന. അതിനുശേഷമായിരിക്കും മറ്റുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾക്കൊക്കെ തുടരണോ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു പദ്ധതിയിലേക്ക് തുക വകയിരുത്തണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഇതുവരെയും നിങ്ങൾ ഈ ഒരു പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ട് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിലവിൽ സമർപ്പിക്കേണ്ടതുള്ളൂ. എല്ലാവരും ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ നൽകേണ്ടത്. ഒരു തവണ പോലും ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരാണെങ്കിൽ, അങ്ങനെ സമർപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങും. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതിനുശേഷമായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. മസ്റ്ററിംഗ് പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിലും നിങ്ങളുടെ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. പിന്നീട് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷമായിരിക്കും പെൻഷൻ ലഭിക്കുക. മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണം നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടിശ്ശിക പിന്നീട് ലഭിക്കുകയുമില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.